ദുബായിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കാനഡയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഗൾഫ് രാജ്യത്തൊന്നും കാനഡ പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഗൾഫ് കൺട്രീസ് നല്ലപോലെ എമർജ് ആകുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ്റെ ഹബ്ബായിട്ടൊക്കെ അത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗൾഫാണ് എപ്പോഴും നല്ലത്. PR കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ നാട്ടിൽ വന്നു പോകാനാണെങ്കിലും ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നത് ഗൾഫാണ്. ഒരിക്കലും ഗൾഫിൽ നിന്ന് കാനഡ പോലത്തുള്ള സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനേ പാടില്ല. പറയാനുള്ള കാരണം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയുടെ അനുഭവം കണ്ടതുകൊണ്ടാണ്. അവർ ഗൾഫിലെ വളരെ നല്ലൊരു ജോലി കളഞ്ഞിട്ട് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അവർക്ക് ഇപ്പോഴും സ്റ്റഡി പെർമിറ്റും വർക്ക് പെർമിറ്റും ഒന്നും കിട്ടിയിട്ടില്ല. ശരിക്കും അവിടെ നല്ല സ്ട്രഗിളിംഗ് ആണ് അവർ. ഗൾഫിലെ എഞ്ചിനീയറിങ് ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് അവർ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതുപോലൊരു പ്രൊഫഷനും അവർക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടിട്ടില്ല. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിട്ട് വെറുതെ കഷ്ടപ്പാടിലോട്ട് പോയി ജീവിക്കുന്ന അവസ്ഥയായിരിക്കും ഈ ഒരു മൈഗ്രേഷൻ കൊണ്ടുണ്ടാകുന്നത്. നമ്മൾ മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ജീവിതം മെച്ചപ്പെടാനാണല്ലോ, അല്ലാതെ കഷ്ടപ്പെടാനല്ലല്ലോ. സോ ഗൾഫിൽ നിന്ന് ഇത്തരം യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രീസിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ.